ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓണ്ടർപ്രണർക്കുള്ള ആറ്റിറ്റ്യൂഡാണ്. അതായത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ എപ്പോഴും പറയും നമ്മൾ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. എന്താന്ന് വെച്ചാൽ നമ്മളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരാളോട് അല്ലെങ്കിൽ ഒരു ആശയമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു റെസ്പോണ്ട് ചെയ്യും, അല്ലേ? അതിനോട് എന്ത് ചെയ്യും? പ്രതികരിക്കും. ആ ഒരു പ്രതികരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത്. അതായത് നല്ല രീതിയിൽ ആ സാഹചര്യത്തിൽ അത്രയും ഭംഗിയിൽ പെരുമാറുമ്പം നമ്മൾ ആറ്റിറ്റ്യൂഡ് നല്ല ആറ്റിറ്റ്യൂഡാന്ന് പറയും. അതായത് ഒരു സംരംഭകന് എന്നുള്ള നിലയിൽ നമ്മളെങ്ങനെയായാലും നമ്മൾ ഏറ്റവും പുതിയൊരു ആശയം നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നമ്മളെന്ത് ചെയ്യാണ്, നമ്മൾ ഇറക്കുകയാണ്. ഈ സമയത്ത് ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മർദ്ദമുള്ള സാഹചര്യമാണ്. അവിടെ പല ഇടപെടലുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ അവിടെ പല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഇതിനോട് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡിൽ പെരുമാറുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം. ഒരു സാധാരണഗതിയിൽ ഒരു നമ്മുടെ ഓണ്ടർപ്രണർക്ക് വേണ്ട ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റിൽ വരുന്നതാണ് ശുഭാപ്തി വിശ്വാസം. അറിയാലോ, എന്തിനേയും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയിരിക്കണം. നമ്മൾ ഫേസ് ചെയ്യുന്നത് അത്രയും റിസ്കി കാര്യങ്ങളാണ്. പലയിടത്തും പാളിച്ചകളുണ്ടാവാം. അടുത്ത റൗണ്ടിൽ നമ്മളത് സെറ്റ് ആവും എന്നുള്ളൊരു ചിന്ത, പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം പലയിടത്തും നമ്മൾ ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, അല്ലേ? നമ്മൾ പൊതുവെ ഈ താഴ്ചയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നോട്ടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും നമ്മൾ പോയിന്റ് ചെയ്ത് നിൽക്കേണ്ടത് എൻ്റെ അടുത്ത റൗണ്ടിൽ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവും, ക്ലിക്ക് ആവും എന്നുള്ളത് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുള്ളൂ. അപ്പം ശുഭാപ്തി വിശ്വാസം, അതായത് എന്തിനും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക എന്നുള്ളത്. രണ്ടാമത്തതാണ് റിസ്ക് ടേക്കിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓണ്ടർപ്രണർ പറഞ്ഞാൽ റിസ്കിൻ്റെ അങ്ങേയറ്റം എടുക്കുന്ന ആൾക്കാരാണ്, അല്ലേ? ഇവർക്ക് ഏത് ഘട്ടത്തിലും നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനം നമ്മളെ കയ്യിൽ വേണ്ടി വരും. പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചുകൊണ്ട് എടുക്കേണ്ടി വരും. ഈ സമയത്ത് നമ്മൾ അവിടെ എടുക്കുന്ന റിസ്ക് വളരെ വലുതായിരിക്കും. ഇപ്പം പെട്ടെന്ന് ഫണ്ടായിക്കോട്ടെ, ഇനി എന്ത് രീതിയിലായിക്കോട്ടെ, നമ്മളവിടെ എടുക്കേണ്ട നമ്മളവിടെ എടുക്കേണ്ട റിസ്ക് വളരെ വലുതാണ്. ഈ സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റണം. അതേപോലെ മൂന്നാമത്താണ് തോൽവിയിൽ നിന്നും പഠിക്കാനുള്ളൊരു മനസ്സ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പലപ്പോഴും കുറഞ്ഞ കാലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുടരുള്ളൂ. തുടക്കത്തിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ കുറച്ച് നല്ല ക്ഷമയൊക്കെ ഉണ്ടാവും. നമ്മളിതിങ്ങനെ തുടങ്ങും. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ പതിയെ പതിയെ വലിയും. കാരണം എന്താ? നമ്മൾ അവിടെയും ഇവിടെയൊക്കെ തോൽക്കും. ഈ തോൽക്കുമ്പം അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ നമ്മളോട് നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പൊതുവെ പിന്നോട്ട് വലിയും. ഈ വലിയലുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ട് തോറ്റു, അത് നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് അത് സംഭവിച്ചത്, ഇനി എനിക്കത് ചെയ്യാതെ ഇരിക്കാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുമോ, ഞാൻ ഇനി അങ്ങനെ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കും, ഈ രീതിയിൽ തോൽക്കണേക്കല്ല നമ്മൾ കണ്ണു കണ്ടേ. ആ തോറ്റ കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ മുന്നേറാൻ നമ്മൾ സെറ്റ് ആവുക എന്നുള്ളത് തന്നെ. അതേപോലെ ഇന്നവേറ്റീവ് ആയിരിക്കണം എന്നുള്ള. ഇന്നവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഒരാശയം അത് ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക, ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം വരാം, അല്ലേ? ആ പ്രശ്നത്തിനെ സാധാരണ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും. ഒരു ഒറ്റ കൈ കൊണ്ട് നമ്മൾ ഒരു കസേര പിടിച്ച്, ഒറ്റ വിരലുകൊണ്ട് നമ്മൾ കസേര പിടിച്ച് ഉയർത്താന്ന് വിചാരിക്കുക. ഈ സമയത്ത് ആ കസേര ചിലപ്പം പൊങ്ങണം എന്നില്ല. പക്ഷെ ചില ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ആ വിരൽ അതേപോലെ പിടിച്ചിട്ട് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉയരാനും സാധ്യതയുണ്ട്. മനസ്സിലാക്കണ്ടേ, ഈ ഒരു സമയത്ത് അതിൻ്റെ പരിഹാരം എല്ലാ സമയത്തും ഒരേപോലെ ആവണം എന്നില്ല. വേറെ പല രീതിയിലൂടെയും ആവാം. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ടി വരും. അപ്പം അതിലൂടെ നമുക്ക് ആ പരിഹാരം കിട്ടും ചെയ്യും, നമ്മളത് വർക്കാവും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ
പുതുമ നിറഞ്ഞ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള. കാരണം എന്താ, നമ്മളെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓരോ സമയത്തും മറ്റൊരാൾ കോപ്പി ചെയ്തേക്കാം. അപ്പോഴും നമ്മളെ ചിന്ത അവിടെ നിൽക്കുക എന്നുള്ളതല്ല, അതിൽ നിന്ന് അടുത്തത് എന്തെന്നുള്ളത് ചിന്തിക്കാൻ പറ്റണം. അതേപോലെ അഞ്ചാമത്താണ് ലക്ഷ്യബോധം, ആത്മവിശ്വാസം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തൊരു കാര്യത്തിനും ലക്ഷ്യം വേണം, എന്നാലേ മുന്നേറാൻ കഴിയുള്ളൂ. നമ്മൾ ലക്ഷ്യമില്ലാതെ നമ്മൾ ഏതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? കാരണം നമ്മളെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റിസ്ക് പിടിച്ച, എന്നാലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മധുരം കിട്ടുന്ന ഒരു ലഹരിയായിരിക്കും ശരിക്കും നമ്മളൊരു ഓൺട്രപ്രണറായി മാറുമ്പോൾ. അപ്പം നല്ലൊരു ലക്ഷ്യബോധം വേണം. അത് നമ്മൾ പൊതുവേ ആളുകളിൽ കണ്ടുവരുന്നതാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്കുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ഇക്കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള. അതേപോലെ റിസ്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിസ്ക് ടേക്കിംഗ് പറഞ്ഞല്ലോ, അതേപോലെ കട്ടിയായിട്ടുള്ള മറ്റൊരു സാധനമാണ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പെട്ടെന്നുണ്ടാവും ഒരു ലോസ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രൈസിസ് സംഭവിക്കും. ഈ സമയത്ത് അവിടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നുള്ള. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുന്നതുകൊണ്ടും പല ആളുകളും ഇതിൽ നിന്ന് എന്ത് ചെയ്യും, പതിയെ വലിയാറുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ മൊത്തം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഈ ആറ്റിറ്റ്യൂഡ് വേണ്ടതെന്നുള്ള. നിങ്ങൾ ശരിക്കും ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കി ഈ കാര്യങ്ങളിലേക്കെല്ലാം. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാവാനും ഇതേ കാര്യങ്ങൾ ഉണ്ടായാൽ മതി എന്നുള്ള. അപ്പോൾ നിലവിൽ ഓൺട്രപ്രണർ ആറ്റിറ്റ്യൂഡുകളാണ് അവിടെ അയാളിൽ ഉണ്ടാവേണ്ട ഒരു പ്രത്യേകതരം ഒരു പ്രതികരണം, നമ്മൾ ആറ്റിറ്റ്യൂഡ് പറയാം. അതായത് ആ സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അവിടെ ഉണ്ടായിരിക്കേണ്ട അതേ ക്വാളിറ്റീസ് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവുമ്പോൾ വേണ്ടതും. അപ്പം ഓൺട്രപ്രണർ ആവുകയാണെങ്കിലും നല്ലൊരു മനുഷ്യനാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും.